ഇപ്പം നമ്മൾ കടയിൽ നിന്ന് എല്ലാവരും വിചാരിക്കും കടയിൽ നിന്ന് മേടിച്ച് കഴുകി ഉണക്കുന്ന മുളക് പൊടി കുഴപ്പമില്ല. അങ്ങനെയല്ല. ഫ്യൂമിഗേഷൻ ചെയ്ത പ്രൊഡക്റ്റാണത്. അതുമൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചതാണ്. അത് കഴുകിയതൊന്നും പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. അതിൻ്റെ ഫാമിങ്ങിലെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ബാൻ ചെയ്യുന്ന എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അളവുകൾ കൂടുതലാണ്. ഇതാരാ ഈ നോക്കാനുള്ള ഈ അളവൊക്കെ? വല്ലവരും നോക്കാനുണ്ടോ? ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇനി ഞാൻ 5 വർഷം മുമ്പ് കേരളത്തിൽ അന്ന് ദുബായിൽ നിന്ന് വന്ന് നമ്മുടെ ഈ കെമിക്കൽ ലാബിൽ പോയിട്ട് ഒരു 1-2 പരിശോധനകളുടെ രീതി ചോദിച്ചു, അത് അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ അവരെന്നെ നേരെ പ്രൈവറ്റ് ലാബിലോട്ടാണ് വിട്ടെ. ഞാൻ 5 വർഷം കഴിഞ്ഞത് ചെല്ലുമ്പോഴും ആ സാധനം ഇവിടെ ആയിട്ടില്ല. അപ്പോൾ അത് പ്രൈവറ്റ് ലാബിൽ പറ്റും. പ്രൈവറ്റ് ലാബിലുള്ള എല്ലാ ടെസ്റ്റുകളും വലിയ ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് ഒരു പാക്കറ്റ് പൊടി മേടിച്ച് വെച്ച് അതിനകത്ത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പുറകെ പോകാറില്ല. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് കളറ് കൂടുതലാണ്, എന്നാൽ പിന്നെ അതിന് മേടിക്കേണ്ടെന്ന് തീരുമാനിക്കത്തേ ഉള്ളൂ. അപ്പോൾ ബാൻ ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ്. എന്നാൽ പല രാജ്യങ്ങളിലും ഇത്രയും ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട രാജ്യങ്ങളുണ്ട്. ദുബായിക്ക് വേണ്ട, UAEക്ക് വേണ്ട. പക്ഷേ ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിൽ ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം കീടങ്ങൾ അതിൽ വരാൻ പാടില്ല. പക്ഷേ എന്തിനും ഒരളവുണ്ട്. ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഓരോ ഹോട്ടൽസിലും ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർ ഗവൺമെൻറ് സ്റ്റാഫാണ്. അതായത് നമ്മളിപ്പോൾ ഓരോ കണ്ടൻറ്റുകൾ ചേർക്കാം, ഭക്ഷണത്തിന് രുചിക്കോ നിറത്തിനോ ചേർക്കാം, പക്ഷെ അതിനൊരു അളവുണ്ട്. ഈ അളവ് പഠിപ്പിക്കുന്നുണ്ട് അവർ. ആ അളവ് ചേർക്കാം എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരളവ് നോക്കാനായിട്ട് ഇവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല, ആരും. ഒരു സംവിധാനങ്ങളും ഇല്ല. ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ ഒരു ഹോട്ടലിൽ മേ ബി ക്വാളിഫൈഡ് ഓർ ക്വാളിഫൈഡ് അല്ലാത്ത ആളായിരിക്കാം. അയാൾ ഫോണിലിരുന്നുകൊണ്ട് വല്ലതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കണ്ടൻറ്റ് കൂടിയാൽ പോലും അറിയാൻ പോകുന്നില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങൾ വളരെ സൂക്ഷ്മമായാണ് ഭക്ഷണത്തെ തരുന്നത്. അതുകൊണ്ട് അവരുടെ രാജ്യത്തോട്ട് അത് വേണ്ട. ഇനി വേറൊരു രസം, എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ അവിടെ വരുന്ന പച്ചക്കറികളിലെയും പഴങ്ങളിലെയും വിഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്യുപ്മെൻറ്റ് ചൈനയിൽ നിന്ന് എങ്ങാണ്ട് വരുത്തി. അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്ന അനുസരിച്ച് നോക്കാൻ അവർ നോക്കിയിട്ട് അതിലെ ബഹുഭൂരിപക്ഷത്തിനും കളറില്ല, കുഴപ്പമില്ല. ഇവിടത്തെക്കാളും ചീപ്പായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദുബായിൽ കിട്ടും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചാൽ എല്ലാ ചവറും ഇവിടെയാണോ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല ഒരു ഫാർമറിനെ. നമ്മൾ പറഞ്ഞ ടോപ്പിക് ഇതാണ്, ബാൻ ചെയ്യുന്നത്. അത് ഇവിടുത്തെ അളവിലെ വിഷയമാണ്. സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ചില കണ്ടൻസുകൾ കൂടുതലായിട്ട് വരുന്നു, അവർ എടുക്കുന്നില്ല. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഇവർ തന്നെ ഇവിടെയുള്ള ഇന്ത്യയിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഒരു കുഴപ്പമില്ല, അവർക്ക് പറ്റിയ തെറ്റാന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ നിലനിൽപ്പാണത്. ഇനി ജർമ്മനി, ഫ്രാൻസ് ഒക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കൃഷിയെ കാണാനും നമ്മളോടൊക്കെ അടുപ്പമുള്ളവർ വരുമ്പോൾ അവർ പറയുന്നത് ഇൻ അവർ കൺട്രി ഫാമേഴ്സ് ആർ ഇൻ വെരി ഹൈ പ്രൊഫൈൽ. ഇവിടെ കിട്ടുന്ന വിലയല്ല അവിടെ. ആൻഡ് ഗവൺമെൻറ് അതുപോലെ സപ്പോർട്ട് അവരെ ചെയ്യും. അവിടെ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു വിളയ്ക്ക് ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മളൊരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ വന്ന് എഴുതി ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയാലേ ആ വിളയ്ക്കുള്ള മരുന്ന് കീടനാശിനി അവർ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാലക്കാട് കിട്ടിയില്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ കിട്ടുമെന്ന് പറയും. അവിടെ പോയിട്ട് പേര് പോലും ഇല്ലാത്തൊരു സാധനം കൊണ്ടൊന്ന് ഇവിടെ ഇടിക്കും. ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചില പാടങ്ങൾ പാലക്കാട് ഈ ലീസിന് എടുക്കും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളിപ്പോൾ അതൊരു ഡിസംബറിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ മെയ്യിലാണ് ഞങ്ങൾക്ക് അതിൽ വിത്തിടണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പാട്ടക്കരാർ വയ്ക്കും. എന്നിട്ട് അതിൽ ഈ നാടൻ പശുവിനെ കൊണ്ട് കെട്ടുകയും ഇവരുടെ ചാണകവും മൂത്രവും പലതരത്തിലാക്കി അവിടെ ഇടുകയും ചെറുപയർ അല്ല മൺപയർ ഡെയിഞ്ചൊക്കെ ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ പലതരത്തിൽ ഈ വിഷം അടിച്ചതിനെ ഒന്ന് മാറ്റാനുള്ള ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് പോലും നെല്ല് മുളയ്ക്കാത്ത പാടങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ പേര് പോലും അറിയാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഫുഡ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം കൃഷിയാണല്ലോ. അപ്പോൾ അവിടുത്തെ മണ്ണ് തൊട്ട് അത് കൈകാര്യം ചെയ്യുന്നവരെ തൊട്ട് പഠിപ്പിച്ച് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. പഠിപ്പിച്ച് ഇവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതേ ഉപയോഗിക്കാമുള്ളൂ, ഇത്രയും ഉപയോഗിക്കാമുള്ളൂ, ഇതിനൊരളവുണ്ട്. അവരൊരു പ്രിക്കോഷൻ പോലും ഇല്ലാതല്ലേ ഈ കീടനാശിനികളൊക്കെ അടിക്കുന്നത്. മുതലമട മാങ്ങ എന്ന് പറയുന്നതിൽ 18 വട്ടം കീടനാശിനി അടിച്ച വർഷമുണ്ട്. 18 വട്ടം. അതിൻ്റെ അടുത്തുള്ള പിള്ളേരെല്ലാം തലകറക്കം ഛർദിയായിട്ട് ആശുപത്രിയിൽ പോയ അവസ്ഥയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എന്തൊക്കെ അറിയാം ഇപ്പം ലോകത്തിലെ? നമ്മൾ എന്താണ് ഭക്ഷണത്തെക്കുറിച്ച് അറിയാത്തത്, ശ്രമിക്കാത്തത്?
അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെ അറിയാൻ ശ്രമിക്കാത്ത, എന്തിന് ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ വിഷവിമുക്ത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ് അല്ലേ, ഇത് നമ്മുടെ ആവശ്യമാണ്. അതിലേക്ക് വരികയാണ് ഒരു പോംവഴി. നമ്മൾ എല്ലാം അറിയുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് കഴിക്കേണ്ട ഒരു സമയമാണ്. നാളെ ഒരു ക്യാപ്സ്യൂൾ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ വി വിൽ ചൂസ് ദാറ്റ്. ഒരു ക്യാപ്സ്യൂൾ കഴിച്ച് ഓഫീസിൽ പോകാൻ സന്തോഷം, പാത്രവും കഴിയേണ്ടതൊന്നും ഉണ്ടാക്കുകയും വേണ്ട, അത് ഫില്ലിങ് തരും, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച പോലെ തോന്നുന്നു പറഞ്ഞാൽ അത് മതി. മേ ബി അത് മുഖ്യധാര സെലിബ്രിറ്റീസ് അത്തരം ബ്രാൻഡ് എൻഡോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എപ്പോഴും മലയാളി നമ്മൾ തിരിച്ചു വരും കേട്ടോ. നമ്മുടെ ഒരു പഴമയിലോട്ട് ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും. പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ പണ്ട് കൂട്ടുകാരെല്ലാം ഊട്ടി പോയി കോളേജിൽ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വയറിളക്കം വന്നു ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി വീട്ടിൽ ചെന്ന് ഇച്ചിരി മാങ്ങാച്ചാറും കഞ്ഞിയും കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒരു മാനസികാവസ്ഥ ഉള്ളതും കൂടെ കൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മളിങ്ങനെ ഒക്കെ നിൽക്കുന്നത്. നമുക്ക് പറ്റാതൊക്കെ മടുക്കില്ല. അപ്പം നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്യാപ്സ്യൂൾ വന്നാലും നമ്മുടെ പുട്ടും കടലയും നമ്മുടെ ഇടിയപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഒരു മനസ്സുകൊണ്ട് നമുക്കൊരു എവിടെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് അത് വരും. അപ്പം ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിക്കേണ്ട ഒരു സമയം. പിന്നെ ഭക്ഷണത്തിൻ്റെ സമയവും എണ്ണവും ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് പഠിച്ച്, നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ, ഒരു ഐഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ എല്ലാം നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടാണ്. ഫുഡിലും സെർച്ച് ചെയ്ത് നല്ലത് കണ്ടുപിടിച്ച് കഴിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ കൊറിയൻ സ്കിൻ ടോണൊക്കെ മാം മുന്നേ പറഞ്ഞതിൽ ഞാൻ കേട്ടതാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ഒരുപാട് അതെ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലൂട്ടാത്തയോൺ പോലുള്ളത് IB ഒക്കെ മാം പലയിടത്തും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് പോലും നമ്മൾ അത്രയും പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു എലമെന്റ്സ് എന്താണെന്നോ അത് എത്രയും പോയിസണസ് ആണെന്നോ ഒന്നും തിരിച്ചറിയാതെ പോകുന്നുണ്ട് അല്ലേ പല കാര്യങ്ങളും. ഉണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ഹെയർ കളറിങ് ചെയ്യുന്നവർ, നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ക്യാൻസറസ് ആണ്, ക്യാൻസർ വരുത്തും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. എണ്ണ പലഹാരങ്ങൾ എന്ന് പറയുന്ന സാധനം, അപ്പോൾ അതിലും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് അത് ഈവൻ ചില കടകളിൽ ഫുഡ് സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾ ഈ പത്രം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുകയും അതിൽ ഓയിൽ അബ്സോർവ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് അത് പ്രസ് ചെയ്ത് ഓയിൽ അതിലേക്ക്, അപ്പൊ അതിന്റെ ലഡ്ഡും കൂടെ കാർബണും ലഡ്ഡും ഒക്കെ കൂടെ മിക്സ് ആയി അതും കഴിക്കും. അത് നമ്മുടെ അൽഫാമിനാണെങ്കിൽ അൽഫാം ഇങ്ങനെയുള്ള നമ്മുടെ ഈ സ്മോക്ഡ് ഫുഡിൽ 2 ടൈപ്പ് ഓഫ് കാർസിനോജൻസ് ആണ് വരുന്നത്. അതിനകത്ത് 2 കെമിക്കൽ രീതി, അതായത് നമുക്കൊരിക്കലും അങ്ങനെ ഈ ചുട്ട് അതിലെ ആ മറ്റേ കരിഞ്ഞിട്ടുള്ള അത് നമുക്ക് പറ്റില്ല, അത് കാർസിനോജൻ തന്നെയാണ്. എന്നാലും അൽഫാമിന് ഇടിയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന രീതിയിൽ സ്കൂൾ തലം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. പിന്നെ കുഞ്ഞുങ്ങൾ ആരും ജനിച്ചു വന്നിടനെ ചിക്കൻ താ, മട്ടൺ താ, KFC താ, ലേസ് എന്ന് പറയുന്നില്ല. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ശീലമാണ്. എല്ലാം മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന ശീലമാണ്. പണ്ടെങ്ങാനും വല്ലതും മേടിച്ചു തരാൻ പറഞ്ഞാൽ നമ്മൾ ഓടിക്കും, വീട്ടിലുള്ളത് തിന്നാൽ മതി എന്ന് പറയും. മനസ്സിലായി? മുളക് പൊട്ടിച്ചെങ്കിൽ മുളക് പൊട്ടിച്ച്, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വീട്ടിലൊരു സാധനം ഇഷ്ടമല്ല, ഇന്നെന്താ സാമ്പാർ, എന്നാൽ എനിക്ക് സ്വിഗ്ഗി ചെയ്തോ, ഓർഡർ ചെയ്തോ, അപ്പൊ തന്നെ ഫുഡ് വന്നു.